ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എവിടെ പോകാമെന്നായിരിക്കുമല്ലേ? ഞങ്ങൾ നാട്ടിൽ പോവാണ് ലീവിന്. ഒരു 7-8 മാസങ്ങൾ ഞങ്ങളിവിടെ വന്നിട്ട് എങ്കിൽ പോലും ഉണ്ടല്ലോ ലീവിന് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളങ്ങനെ വെളുപ്പിന് ഒരു 4:30 മണിയൊക്കെ ആയപ്പോഴത്തേന് ഇറങ്ങി. ജീപ്പിലാണ് പോയത്. ഞങ്ങളെ കൂടാതെ വേറെ 2 ഫാമിലീസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ സിംഗിളാണ്, ഒരാൾ ഫാമിലിയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഒരു 4:30 മണിയാകുമ്പോഴത്തേന് ഇറങ്ങി. ഇവിടുത്തെ യാത്ര ഭയങ്കര ദുരിതമാണ് ഗൈസ്. നമ്മളങ്ങ് മലയുടെ ടോപ്പിലല്ലേ, ഇവിടെ നിന്ന് ഈ മല ചുറ്റി താഴെ വരണം. അതായത് സിലിക്കുടി ബാക്ക്ഡോറയിലാണ് നമുക്ക് എയർപോർട്ട് ഉള്ളത്. അവിടെ വരെ എത്തിപ്പിടിക്കാൻ ഇത്തിരി പാടാണ്. മല ചുറ്റി ഇറങ്ങുമ്പോൾ ഈ ഛർദിൽ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതില്ലാത്തവർക്ക് തന്നെയാണേലും ഭയങ്കര ബുദ്ധിമുട്ട്. യാത്ര ചെയ്ത് വരുമ്പോൾ തലവേദന, ഛർദിലില്ലാത്തവർക്ക് ഛർദിൽ വന്നു പോകും. അതേ രീതിയിലുള്ള ബുദ്ധിമുട്ടൊക്കെ താണ്ടി ഞങ്ങൾ എയർപോർട്ടിലെത്തിയപ്പം ഇൻഡിഗോക്കാർ മുട്ടം പണി തന്നു. കറക്റ്റ് ടൈമിലൊന്നും ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കിട്ടില്ല. അത്രയും വെളുപ്പിനെ ഞങ്ങൾ അവിടെ തിരിച്ചു ഇവിടെ വന്ന് കയറിയപ്പോഴത്തേനും 1:30 മണിയുടെ ഫ്ലൈറ്റ് ഞങ്ങൾക്ക് കിട്ടിയത് 3 മണിക്കാണ്. പിന്നെ ഞങ്ങൾ അത്രയും നേരം അവിടെ നിന്ന് രാവിലെ കൊണ്ടുപോയി ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കലത്തെ എല്ലാം ഞങ്ങൾ അവിടെ ഇരുന്നാണ് കഴിച്ചതും. അത് കഴിഞ്ഞ് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ക്ഷമ കെട്ടെന്ന് വേണം പറയാൻ. പിന്നെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാൻ തരും. എൻ്റെ കൂടെ ചേച്ചിയാണെങ്കിൽ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. ചേച്ചി ഇവിടെ റിട്ടയർമെൻ്റ് ആയി പോവാ സാറ്. ചേച്ചിയുടെ ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യുന്ന ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇത് പിന്നെ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെക്കിങ്ങിലാണ്. ഇത് ബാക്ക്ഡോര നമ്മുടെ എയർപോർട്ടിനകമാണ്. ഇവിടെ ക്യാമറ പെർമിഷനൊന്നും ഇല്ല. എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ആൾ വന്നിട്ട് പറഞ്ഞു എടുക്കണ്ടെന്ന് പറഞ്ഞു. ഇത് പിന്നെ ചെന്നൈയിലാണ് കണക്റ്റഡ് ഫ്ലൈറ്റ്. ചെന്നൈ ചെന്നിട്ടേ ഉള്ളൂ കൊച്ചിയിലോട്ടുള്ളത്. ഒരു 6 മണിയായപ്പോൾ, വൈകുന്നേരം 6 മണിയായപ്പോൾ ചെന്നൈയിലെത്തി. ലാൻഡിങ് വീഡിയോ ആണ്. കയറിയപ്പോൾ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ലാൻഡിങ് വീഡിയോ ആണിത്. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി, അവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ ചെവിക്ക് വേദനയാണ്. ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ അപ്പോഴേ ചെവി വേദന തുടങ്ങും. ഇത് ഞങ്ങൾ പിന്നെ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു. ഒന്നാമത് എനിക്ക് നേരത്തെ മൂക്കടഞ്ഞ് ശബ്ദമില്ല. ഇപ്പോൾ എനിക്ക് ഒന്നും കൂടെ ഒച്ചയടഞ്ഞിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും. നല്ല അടിപൊളി ഒരു എയർപോർട്ടാണ്, നല്ല രസമുണ്ട്. പക്ഷെ നമ്മുടെ കൊച്ചി പോലൊന്നും ഉള്ള അത്രയും വലിയൊന്നും ഇല്ല. അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല. ഫ്ലൈറ്റ് വരുമ്പോൾ ആളെ വിളിക്കുകയാണ് അവിടെ നിന്നുകൊണ്ട്, ഇന്ന ആൾ ബാ, ഇന്ന ആളുണ്ടോ, ഇന്ന ഫ്ലൈറ്റ് പോകാൻ പോവുക, അങ്ങനെ നിന്ന് സംസാരിക്കത്തതേ ഉള്ളൂ. മൈക്കും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ ശ്രീയേട്ടൻ്റെ കൂട്ടുകാരനും ഹരീഷ് സാർ, ആലപ്പുഴയുള്ള സാറാണ്. ആ സാറ് പോസ്റ്റിങ്ങുമാണ് ഇവിടുന്ന്. ആ സാറ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെയുള്ള മറ്റേ ബിന്ദു ചേച്ചിയൊക്കെ വേറെ ഫ്ലൈറ്റിനാണ് പോയത്. ഞങ്ങൾക്ക് 2 ഫ്ലൈറ്റായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ, എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ എസ്കലേറ്റർ കയറാൻ ഭയങ്കര പേടിയാണ്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് കാരണം സ്റ്റെപ്പിലേ വരത്തുള്ളൂ. ഇതിന് പിന്നെ ഒരു കഥയുണ്ട്. രാജസ്ഥാനിൽ നിൽക്കുന്ന ചേട്ടനോട് നേരത്തെ രാജസ്ഥാനിൽ നിന്ന സമയത്ത് എസ്കലേറ്ററെ കയറാൻ നേരം ഞാനൊന്ന് വീഴാൻ പോയി. ഞാൻ കാലെടുത്ത് അകത്തോട്ട് വെച്ചപ്പോൾ ഞാൻ മലന്ന് പുറകിലോട്ട് പോയി. ശ്രീയേട്ടൻ പുറകിൽ നിന്ന് തട്ടി അകത്തോട്ട് ഇടുമായിരുന്നു. അതിൽ പിന്നെ എനിക്ക് കുന്തത്തെ കയറാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. പിള്ളേർക്കാണ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി വരും. എനിക്ക് ഭയങ്കര പേടിയാണ്. പൊന്നിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇതേ കയറി വരാൻ വേണ്ടിയിട്ട്. അവരിതേ കയറി ഇറങ്ങുമൊക്കെ ആയിരുന്നു. എനിക്ക് പേടിയാണ്. ഞാൻ പിന്നെ ബാഗുമായിട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോന്നു. അത് കഴിഞ്ഞ് എയർപോർട്ടിൽ ചെന്നപ്പോഴത്തേനായിരുന്നു എൻ്റെ പൊന്ന് ഗൈസ് പെട്ടുപോയത്. അതായത് 20 മണിക്കൂർ ഞങ്ങൾ ഈ ചെന്നൈ എയർപോർട്ടിൽ ഇരിക്കേണ്ടി വന്നു. ഞങ്ങളുടെ ഫ്ലൈറ്റ് ലേറ്റായത് കാരണം. പെട്ടുപോയെന്ന് പറഞ്ഞിട്ട് 1.5 പെടലായിരുന്നു. വേറൊന്നുമല്ല, 20 മണിക്കൂറാണ് ഇവിടുന്ന് ഫ്ലൈറ്റ് കിട്ടാൻ കാത്തു കെട്ടി കിടന്നത്. 1-2 മണിക്കൂറൊക്കെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത്. അങ്ങനെയാണ് രാത്രി 8 മണി എന്ന് പറഞ്ഞത്. അവർ പറഞ്ഞ് ലേറ്റാകും 9 മണി. 9 മണി ആകുമ്പോൾ നമ്മൾ നോക്കിയിടും. അവർ നോക്കിയിരിക്കും, ഒരു സ്റ്റാറ്റസ് ഇടുമല്ലോ. പിന്നെ 10 മണി പറഞ്ഞു, 11 മണി പറഞ്ഞു. എത്ര സമയമുണ്ടോ ഓരോ മണിക്കൂറാകുമ്പോഴും അവർ ഡിലേ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പം 2 ദിവസം മുന്നേ വന്നവർ വരെ ഇവിടെ ഉണ്ട്. ഫ്ലൈറ്റ് ലേറ്റായിട്ട് പോകാത്ത പല സ്ഥലങ്ങളിലോട്ടും പോകാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്. ഇൻഡിഗോയിലാണ് പ്രശ്നം. കുറേ നേരമൊക്കെ ഇരുന്ന് ഇവിടെ ഇരിക്കാനേ പറ്റത്തില്ല. കിടക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. എന്നാൽ അവരതെല്ലാം തരേണ്ടതാണ് നമുക്ക്. അവരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണെങ്കിൽ അവർ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും തന്നില്ല. എന്തോ പിറ്റേ ദിവസമായി ഫ്ലൈറ്റ് കിട്ടുക. അത് എനിക്കൊന്ന് അയ്യപ്പസ്വാമിയുടെ അടാക്ഷം കൊണ്ട് മാത്രമാണ് കിട്ടിയത്, വേറൊന്നുമല്ല. നമുക്ക് ഈ ഫ്ലൈറ്റ് കൊച്ചിയിലോട്ടുള്ള ഫ്ലൈറ്റിൽ നമ്മൾ കുറച്ച് പേരേ ഉള്ളായിരുന്നു. അല്ലാതുള്ള ബാക്കി ഫുള്ള് സ്വാമിമാരായിരുന്നു. അവർ എയർപോർട്ടിൽ ശരണം വിളിയും ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. ഭയങ്കര ബഹളമായിരുന്നു. അവരവിടെ നിന്ന് ഭയങ്കര സമരമൊക്കെ ചെയ്താണ് ഫ്ലൈറ്റ് കിട്ടിയത്. നമ്മുടെ ഫ്ലൈറ്റ് മാത്രമേ അവിടെ നിന്ന് വിട്ടുള്ളൂ. പൈലറ്റുമാരില്ല, ഇന്ത്യക്ക് പൈലറ്റുമാരില്ല, അവരുടെ ഡ്യൂട്ടി ചേഞ്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ഒരുപാട് ബുദ്ധിമുട്ടി. എന്തായാലും ഞങ്ങളങ്ങനെ എറണാകുളം എയർപോർട്ടിലെത്തി. ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഐസ്ക്രീമൊക്കെ ഞാൻ കഴിച്ചു. ഇനിയിപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു.